ഹായ്, ഞാൻ ദേവി. ഞാൻ ദാമു. ഞങ്ങൾ യുഎസിന്റെ ചുറ്റും ഒരു RV ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് ഞങ്ങളുടെ RV. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ഞങ്ങൾ ഇന്നലെ അപ്പോൾ ഇന്ന് ഓണമാണ് ബൈ ദ വേ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൽ വന്ന് കഴിയുമ്പോൾ ഇവിടെ താഴെയൊക്കെ നിറച്ച് വണ്ടികളായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ വെള്ളമാണ്, കാണാമോ? ഇവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ ഭയങ്കരമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പ് ഗ്രൗണ്ട് എടുക്കാൻ കാരണം ഇതിൻ്റെ പേര് പൈനി റിവർ ക്യാമ്പ് ഗ്രൗണ്ട് എന്നാണ്. ഈ റിവർ പക്ഷേ അവിടെ അങ്ങ് ദൂരെയാണ്, മരത്തിൻ്റെയൊക്കെ താഴെയാണ് റിവർ ഉള്ളത്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കരമായിട്ടുള്ള മഴയാണ്. ഞങ്ങളുടെ ആ താഴെ കാണുന്നതൊക്കെ ക്യാമ്പ് ഗ്രൗണ്ടായിരുന്നു. അവിടുത്തെ ഉള്ള ക്യാമ്പിലുള്ള വണ്ടികൾക്കെല്ലാം വണ്ടികളിൽ മിക്കവാറും എല്ലാത്തിലും വെള്ളം കയറി. ആവുന്നവരൊക്കെ രക്ഷപ്പെടുത്താവുന്ന വണ്ടികളൊക്കെ രക്ഷപ്പെടുത്തി ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലേക്ക്. അത് കാരണം കണ്ട ഇപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വണ്ടികളായി മാറി. ഞങ്ങളുടെ ഇതിപ്പോൾ സാധാരണ ഇങ്ങനെയൊന്നുമല്ല എടുക്കുന്നത്, ക്യാമ്പ് ഗ്രൗണ്ടിൽ വണ്ടികൾ ഇങ്ങനെയൊന്നും വിളക്കില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ താഴെ നിന്നൊക്കെ ആൾക്കാർ ആവുന്നതൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ട അവിടെ ഒരു ക്യാമ്പർ സ്റ്റക്കായിരിക്കുന്നു, അത് വെള്ളത്തിൽ സ്റ്റക്കായി. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൈകൊണ്ട് എടുത്തുകൊണ്ട് വരികയാണ്. ആവുന്നതൊക്കെ എടുക്കാവുന്നതൊക്കെ കൈകൊണ്ട് എടുത്തുകൊണ്ട് വരികയാണ് പാവങ്ങൾ. പലരുടെ സാധനങ്ങൾ പോയിട്ടുണ്ട്. അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഒലിച്ചു പോകുന്നതൊക്കെ കാണാം. ഇത് വല്ലാത്തൊരു കഷ്ട സിറ്റുവേഷനാണ് ഇവിടെ. നല്ല പേടിയാവും. എല്ലാവരും ഇതൊരു ഭയങ്കര ഓർക്കപ്പുറത്തുള്ളൊരു കാര്യമായി പോയി. ഇത്രയും ഭയങ്കരമായിട്ടുള്ള മഴ എനിക്ക് കാണുന്നത് ഞാൻ തന്നെ അമേരിക്ക വന്നാൽ പിന്നെ ആദ്യമായിട്ട് കാണാമെന്ന് തോന്നുന്നു. നോൺ സ്റ്റോപ്പ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ. വലിയ കഷ്ടമായിപ്പോയി. വെക്കേഷൻ വന്നവരുടെ എല്ലാവരുടെയും സ്ഥിതി ഭയങ്കര മോശമാണ്. ഞങ്ങൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ നല്ല പൊക്കത്തിലാണ്. അത്രയും വെള്ളം പൊങ്ങി വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇനിയും കുറച്ചും കൂടെ മുകളിലേക്ക് വേണമെങ്കിൽ പൊക്കത്തിലേക്ക് പോകാം. പക്ഷേ അധികം കൂടുതൽ പൊക്കത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന് ഫുൾ മഴ ഉണ്ടെന്നാണ് തോന്നുന്നത്. മഴ കൊഴിയിട്ടില്ല, മഴ അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ അവിടെ വെള്ളം കുറേശ്ശെ കയറുന്നുണ്ട്. അപ്പോൾ അടുത്ത ട്രെയിലേഴ്സ് ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കഷ്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ ഒരു ട്രെയിലർ പൊളിഞ്ഞ് താഴെ പോയി. ഉണ്ടാവാം ആ ട്രെയിലർ താഴെ പോകുന്നത് വലിയ കഷ്ടമായിപ്പോയി. ശരിയാണ്, അതിലുള്ള സാധനങ്ങൾക്ക് ആൾക്കാർ മാറ്റിയെന്ന് തോന്നുന്നു. എന്നാലും ഇറ്റ്സ് വെരി സാഡ്, റിയലി സാഡ് ടു സീ ദിസ്. എനിക്ക് തോന്നുന്നത് ആർക്കും അറിയില്ലായിരുന്നു എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സറൗണ്ടഡ് ബൈ വാട്ടറാണ് കേട്ടോ. എനിക്ക് അപ്പുറത്തെ സൈഡിലും വെള്ളമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഉപ്പിൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങുന്ന വിചാരിക്കാം. ഇന്ന് ഫുൾ മഴയുണ്ട്, പക്ഷെ അതാണ് അതിൽ വേറൊരു കെണി. അപ്പോൾ ഏകദേശം വെള്ളം കുറേശ്ശെ അവിടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്, അധികം പൊങ്ങുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാണാം. അവിടെ താഴെയുള്ള ക്യാബിൻസൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മുങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി നമുക്ക് ഇവിടെ ഒന്നും വെള്ളം കാണാനില്ലായിരുന്നു. നമ്മൾ വെള്ളം കാണുന്നത് ഈ ലൈൻ ഓഫ് മരത്തിൻ്റെ അപ്പുറത്തായിരുന്നു വെള്ളം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ വെള്ളം കയറി. ഒരൊറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി എന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് രാത്രി ഒരു 3 മണിക്ക് ഞാൻ പുറത്ത് ഇറങ്ങിയതായിരുന്നു കാളിക്ക് PP ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും ഇത്രയും വെള്ളമൊന്നും കണ്ടില്ല, ആൾക്കാർ മൂവ് ചെയ്യുന്നൊന്നും കണ്ടില്ല. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക്, അതായത് 3 മണി കഴിഞ്ഞ് ഞാൻ പിന്നെ എണീച്ചത് 9 മണിക്ക്. 9 മണിക്ക് ഞാൻ എണീച്ചപ്പോഴാണ് ഈ സിറ്റുവേഷൻ കാണുന്നത്. വേണ്ടി വേറെ ആൾക്കാർ വണ്ടികൾ കയറ്റാവുന്നതൊക്കെ കയറ്റി അവിടെ ഒരെണ്ണം പെട്ടുപോയി. ആ വണ്ടി പെട്ടുപോയി. ആണ് സിറ്റുവേഷൻ. നോക്കാം കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ കണ്ട എല്ലാവരും മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. ഒക്കുന്നവരെയൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ലെവലായതുകൊണ്ട് എല്ലാവരെയും റോഡിൽ
ക്യാമ്പേഴ്സിനൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫുൾ മഴയാണ്. വീണ്ടും കുറച്ച് നേരത്തെ ക്ലിയറിങ് മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് താഴെ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ ഇന്ന്. ഇപ്പോൾ നമ്മൾ മുകളിലാണ്, കണ്ടില്ലേ, നമ്മൾ മുകളിൽ അവിടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മുകളിലേക്ക് കയറി താഴെയാണ് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കണേ. അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം. ഇവിടെ വീണ്ടും ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇവിടെ കുറേ പേര്, കുറേ ക്യാമ്പേഴ്സ് ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്കാണെങ്കിൽ കരയൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം തോന്നി. പക്ഷേ അവരുടെ ക്യാമ്പ് ഹൗസും ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഉള്ളതൊക്കെ എല്ലാം പോയി, ഒലിച്ചു പോയി. അതായിരുന്നു അവരുടെ ക്യാമ്പ് ഹൗസ്. എല്ലാം താന്നു തുടങ്ങി. ബിക്കോസ് നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പൊട്ടിക്കൽ ക്യാമ്പറിൻ്റെ നടുക്ക് വരെ, അല്ല താഴെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇറങ്ങി. അപ്പോൾ വെള്ളം ഡെഫിനറ്റ്ലി താഴുന്നുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. അത് എന്തൊക്കെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുന്നുണ്ട്. എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതുകൊണ്ടോ കറുത്ത കുറേ സാധനങ്ങൾ ഒലിച്ചു പോകുന്നത്. അപ്പോൾ അവർ പറയാണ് അതിനപ്പുറത്തൊരു മെയിൻ ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലുള്ള ഇതൊക്കെ ആൾക്കാരൊക്കെ സ്റ്റക്കായി കിടപ്പുണ്ടെന്ന്. ഇതാണ് ഒരു ട്രെയിലർ ഒലിച്ചു പോയ ട്രെയിലർ കിടക്കുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ട്രെയിലർ ഒലിച്ചു കിടപ്പുണ്ട്. ആക്ച്വലി കണ്ടോ, ആ മരത്തിന് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ മരത്തിന് താഴെ ആകെ ട്രെയിലർ. 1-2 ട്രെയിലർ ഒലിച്ചു പോയി എന്നാണ് അവർ പറഞ്ഞത്. ഇതായിരുന്നു അവരുടെ ക്യാമ്പ് സൈറ്റ്, ക്യാമ്പ് ഹോസ്റ്റിൻ്റെ സൈറ്റ്. അതായത് ഇപ്പോൾ അവർ പ്രിക്കോഷണറി മെഷറായിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയും വെള്ള സപ്ലൈയും എല്ലാം കട്ട് ഓഫ് ചെയ്തു. ഇപ്പോൾ അവർ ആൾക്കാരെയൊക്കെ അസംബിൾ ചെയ്തിട്ട് അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറേ പേർക്ക് ഇപ്പോൾ റൂമില്ല. ബിക്കോസ് ആ ചെറിയ ചെറിയ വീടുകൾ അവർ റെൻ്റ് ചെയ്തിരുന്നു. അതിലുള്ളവർക്കൊന്നും വീടില്ല. അപ്പോൾ അതിൽ അതിലുള്ളവർക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യിക്കാനുള്ള പ്ലാനാണ്. ഇത് വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങളങ്ങ് മുകളിലാണ്, ആ മരത്തിൻ്റെയൊക്കെ മുകളിലാണ് ഞങ്ങൾ ഉള്ളത്. ഇവിടെയൊക്കെയാണ് ആൾക്കാരിപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ് കൈൻഡ് ഓഫ് ഫുള്ളി സറൗണ്ടഡ് ബൈ വാട്ടർ. ഇവിടെ എല്ലായിടത്തും വെള്ളമായി, ഇവിടെയൊക്കെ വെള്ളമായി. ഇന്നലെയൊക്കെ ഞങ്ങൾ വന്ന വഴി ഏതാന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴി അങ്ങ് പുറകിൽ അവിടെ കൂടെയാണ് വന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ നല്ല ഇവിടെ അത്ര ആഴമൊന്നും ഉണ്ടെന്നല്ല, ജസ്റ്റ് വെള്ളം കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ നല്ല ഭംഗിയായിട്ട് വെള്ളം കയറി. ആ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ വരെ വെള്ളം കയറി, കാണാമോ? കണ്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ മുകളിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് ഇവിടെ. പക്ഷെ ഓൺലി ഗുഡ് തിങ് ഈസ് വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, റിസീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്ത് ഇനി വീണ്ടും തുടങ്ങിയാൽ വീണ്ടും പ്രശ്നമാവും. എന്തായാലും ഉടനെയൊന്നും ഇത് ശരിയാവുന്ന ഒന്നുമില്ല. ഇപ്പോൾ വെള്ളം കുറേ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ രാവിലെ ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ആ ട്രെയിലറൊക്കെ ഒലിച്ചു പോയി എന്ന് കാണിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി. കുറേതൊക്കെ നല്ല ഫുൾ മടിയാണ്. പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട് വെള്ളം. അല്ല, ഇതിൻ്റെയൊക്കെ മുകളിൽ വരെ വെള്ളം എത്തിയിരുന്നു. അത്രയും മുകളിൽ വരെ വെള്ളം എത്തിയിരുന്നു. അതായത് ബേസിക്കലി മുങ്ങും. ഓ കഷ്ടം. അതുകൊണ്ട് ദാറ്റ്സ് ദ വേഴ്സ്റ്റ് അഫക്റ്റഡ്. ആ ഒരു ക്യാമ്പർ ഫുൾ വലിച്ചു പോയി.
കണ്ട അതാണ് റോഡ്. ആ റോഡ് ഇങ്ങനെ താഴെ ഇറങ്ങി നമ്മൾ ഈ സൈഡിൽ കൂടെ വന്നത്, റൈറ്റ് സൈഡിൽ കൂടെ വന്നത്. മറ്റേ മോളിൽ നിന്നുള്ളവർ അവിടെ ബ്ലോക്ക് ടൈപ്പ് ചെയ്യുന്നു. കണ്ട ആ ക്യാമ്പർ കംപ്ലീറ്റ്ലി മുഴുങ്ങിപ്പോയി. പാവങ്ങളുടെ ഇതായിരുന്ന ക്യാമ്പ് സൈറ്റിൻ്റെ മീനൊക്കെ കിടക്കുന്നുണ്ടോ. മീനാണ്. അതിനടുത്ത് കളയാൻ ക്യാമറകളിലൊക്കെ ഫുള്ളുള്ളത്. പാവം. സോ ക്വിക്ക്. ഒത്തിരി വെള്ളം ഇറങ്ങിയിപ്പോൾ. ഇപ്പോഴും നമ്മുടെ റോഡ് എവിടെയാണെന്ന് അറിഞ്ഞൂടെ, സത്യം പറഞ്ഞാൽ അറിയാം. നമ്മുടെ ഈ കാണുന്ന പോസ്റ്റില്ലേ, ഈ കാണുന്ന പോസ്റ്റും ആ കാണുന്ന മരവും അതിൻ്റെ ഇടയിലാണ് റോഡ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഞങ്ങൾ വന്ന റോഡ് അതാണ്. അതിനപ്പുറത്താണ് ഇന്നലെ റിവർ ഉണ്ടായിരുന്നത്. ആ റിവറാണ് ഇപ്പോൾ കാണുന്നത്. ഇതെനിക്കാണ് ഇപ്പോഴും ഇവിടെ വെള്ളം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 feet എങ്കിലും വെള്ളം കാണും ഇപ്പോൾ. പക്ഷെ നല്ല സ്പീഡിൽ ഇറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ബിക്കോസ് ഇത് കണ്ടില്ലേ, ഇപ്പം നേരത്തെ ഞാൻ വന്നിരുന്നെങ്കിൽ ഇത്തിരി ഞാൻ ഇപ്പോൾ വെള്ളത്തിന് താഴെയാണ് നിന്നിരുന്നത്. കാണാമോ? ആ ലൈൻ കാണുന്ന, ഇതിൻ്റെ ലൈൻ കാണുന്ന വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. നമ്മളിപ്പോൾ ഒരു ഫാമിലി മീറ്റ് ചെയ്ത് അവരുടെ ക്യാമറ ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. അവർ രാവിലെ 6 മണിക്ക് എണീച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സൈഡിലുള്ള ക്യാമറ ആദ്യം ഒലിച്ചു പോയി. അവർ പാർക്ക് ചെയ്തിരുന്നത് അവിടെയാണ്. അവിടെ ആ മരത്തിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ക്യാമറ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇപ്പോഴും. ഒരെണ്ണം ചിലപ്പോൾ സ്റ്റക്കായിരിപ്പുണ്ടോ അവിടെ, കാണാമോ? അവിടെ ഒരു 12 ക്യാമ്പ് ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ ക്യാമ്പിംഗ് സ്പോട്ട്സ് ഉണ്ടായിരുന്നു റൈറ്റ് ബൈ ദി റിവർ. അതാണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ആവുമെന്ന് അറിഞ്ഞുകൂടാ. അറ്റ്ലീസ്റ്റ് മഴ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും നേച്ചറിൻ്റെ ഒരു പവറാണ് കാണിക്കുന്നത്. വെറും മാറ്റർ ഓഫ് കപ്പിൾ ഓഫ് അവേഴ്സ്. ഞാൻ രാവിലെ 3 മണിക്ക് എണീച്ചപ്പോൾ മഴയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും കണ്ടില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചവർ പറഞ്ഞാൽ അവർ 6 മണിക്ക് എണീച്ചപ്പോഴാണ് നോക്കിയപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കാനായിട്ട് കണ്ടേ. അവർ 7-8 മണിയായപ്പോഴത്തേക്കും എല്ലാം ഫുൾ ആയി വെള്ളം. ഇവിടെയൊക്കെ എന്താണ്ടൊക്കെ ഒട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് മരമൊക്കെ സ്റ്റക്കായിട്ടൊക്കെ ഉള്ളതൊക്കെ. ആ മരമൊക്കെ പൊട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മരം ചിലപ്പോൾ വീഴും കേട്ടോ. അവിടെ കുറേ മരം ഒലിച്ചു പോകുന്നു. വലിയൊരു മരക്കഷ്ണമാണെന്ന് തോന്നുന്നു ഒലിക്കാൻ പോകുന്നു. കുറേ ഡെബ്രി വന്നിട്ടുണ്ട് മരത്തിൻ്റെയൊക്കെ പൊട്ടിയത്. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന സ്ഥലത്ത് ഫുൾ മരം ക്രാക്കിൾ ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. കണ്ട വലിയ മരക്കഷ്ണം വലിയ കഷ്ണം പൊളിഞ്ഞു വന്നിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന സ്ഥലത്ത് മരം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കായിരുന്നു വെള്ളത്തിനടുത്ത്. അപ്പോൾ എവിടെയാണ് പൊട്ടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അത് കാരണം ഞങ്ങൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് മാറി. വെള്ളത്തിനടുത്തായതുകൊണ്ട് മരം വന്ന് വീണിട്ട് പിന്നെ കൂടുതൽ വെള്ളം പൊങ്ങി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നേരത്തെ രാവിലെ ഒരു വീഡിയോ എടുത്ത ആ സ്പോട്ടിലാണ് ഇപ്പോൾ രണ്ടാമത് വന്നത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് ആ കാണുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെള്ളം നന്നായിട്ട് ഇറങ്ങി. കണ്ടോ, പോസ്റ്റിൻ്റെ അപ്പുറത്തെ 2 ബിൽഡിങ്ങിൻ്റെ റൂഫൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിന് താഴെയായിരുന്നു ഇന്ന് രാവിലെ. വെരി വിയേർഡ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഉച്ച കഴിഞ്ഞ് പിന്നെയും മഴയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ തിരിച്ച് കയറി വരുമോ എന്നറിയില്ല. ഓ മൈ ഗാഡ്. അവിടെ പോലീസ് ഹെലികോപ്റ്റർ വരുന്നുണ്ട്.
ഞങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി വന്നതെന്ന് തോന്നുന്നു. പക്ഷെ അവർ ഇറങ്ങാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് ട്രെയിലറിൻ്റെ സാധനങ്ങളൊക്കെ പൊങ്ങി പോകാൻ തുടങ്ങി. അവർ രണ്ടാമത് ടേക്ക് ഓഫ് ചെയ്തു. അതിൻ്റെ കമ്മിങ് ബാക്ക് അഗെയിൻ. എനിക്കത് അവരവിടെ തന്നെ മിക്കവാറും ലാൻഡ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ വല്ലവരും ഇവാക്യുവേറ്റ് ചെയ്യുന്ന വല്ലതും ഉണ്ടാവുമായിരിക്കും, വയ്യാണ്ടായവർക്ക് വല്ലതും. അവരവിടെ ഇപ്പം നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്, നമ്മുടെ ഇതിന് തൊട്ട് മുമ്പിലാണ് ഇപ്പം അവർ. ഓൾറെഡി അവിടെ ഷെരീഫിൻ്റെ ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞ്. ഇത്രയും ഇംപ്രസീവ്. എന്ത് പെട്ടെന്നാണ് ഇവർ വരുന്നതെന്നുള്ളതൊക്കെ. ഓൾറെഡി വന്ന് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പേഴ്സ് കിടക്കുന്ന ഇവിടെയാണ്. നമ്മുടെ ഇവിടെ ആ കാണുന്ന ക്യാമ്പർ നീല, അതിന് തൊട്ട് മുമ്പിൽ കൊണ്ടുവന്നാണ് അവന്മാർ ലാൻഡ് ചെയ്തപ്പോൾ. അമേസിങ്. ഇവരിവിടെയുള്ള ഇഞ്ചുറിയൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു കക്ഷിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിയെ എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അവരിപ്പോൾ അവിടെ ആളെ കയറ്റിയെന്ന് തോന്നുന്നു. അവയ്യാതെ വളരെ ആളെ അവിടെ പിടിച്ച് കയറ്റിയെന്ന് തോന്നുന്നു. ആൾക്കാർ ഇറങ്ങി വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എവിടെ ആളെ കൊണ്ടുപോകുന്നു. രണ്ടുപേരും ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നുണ്ട്. അവർ മിക്കവാറും ഇപ്പോൾ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അവിടെ ട്രാൻസ്പോർട്ടിലുള്ള ആൾക്കാരൊക്കെ കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം 6 മണിയാവണു. വ്യത്യാസം കണ്ടോ? രാവിലത്തെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതാ റോഡെല്ലാം കാണാം. ഇത് നമ്മൾ ഇന്നലെ വന്ന റോഡൊക്കെ തിരിച്ചു വന്നു. അവിടെ മറ്റേ താഴത്തെ മെയിൻ റോഡും ഓപ്പൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ട്രക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം മിക്കവാറും എല്ലാം വെള്ളം ഇറങ്ങി. നല്ല ഒഴുക്കുണ്ട് ഇപ്പോഴും. മറ്റേ നമ്മുടെ റിവറിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ റിവർ എവിടെയാണ് ഉണ്ടായിരുന്നത് അങ്ങോട്ട് തിരിച്ചു പോയി. ഇപ്പോൾ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു റിവർ ആ 2 മരങ്ങളുടെ ഇടയിലാണെന്ന്. ആക്ച്വലി കണ്ടോ, റിവർ ഇപ്പോൾ അങ്ങോട്ട് ചുരുങ്ങി ഭയങ്കരമായിട്ട്. അവിടെ ആ ഒഴുകിപ്പോയ RV ഒക്കെ ഇപ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് കാണാം എവിടെയാണെന്നുള്ളത്. നല്ല ഡെവസ്റ്റേഷൻ. 12 hours കൊണ്ട് എല്ലാം ഉണ്ടായി ചെയ്ത് കഴിഞ്ഞു. ഒന്നും കുറേ ചെടി കിടക്കുന്നതല്ലാതെ ബാക്കി ആൾക്കാരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊരു ഇഷ്യൂ ഇവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഈ ഭാഗത്ത് വെള്ളം ഇറങ്ങിപ്പോയിട്ട് ചെടി പോലും ഇല്ല. കണ്ടോ, ഇവിടുന്ന് വെള്ളം ഇറങ്ങിയിട്ടേ ഒട്ടും ചെടി പോലും ഇല്ല. നല്ല നീറ്റായിട്ടിരിക്കുന്നു. റോഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു റോഡിലൊക്കെ ഒത്തിരി ചെളി കാണുന്നു. റോഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ചെളിയുണ്ട്. ഈ പാവങ്ങൾക്കിടെയൊക്കെ സിറ്റുവേഷൻ എന്താണാവോ? അവരൊക്കെ വീട്ടിൽ ഫുൾ കയറി വെള്ളം. അറ്റ്ലീസ്റ്റ് ഇയാളുടെ ഇത് ഒലിച്ചു പോയില്ല. മറ്റേ ആളുടെ ഒലിച്ചു പോയി. അത് പിന്നെ റിട്രീവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ചിലപ്പോൾ ആ കിടക്കുന്നത് റിട്രീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ബാക്കി 6-7 എണ്ണം ഒലിച്ചങ്ങ് പോയി എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ എല്ലാം നോർമലായിപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചു പോയി തുടങ്ങി. നമ്മുടെ ടീംസ് അവിടെ ഇറങ്ങി നടപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം. ഇനി രാത്രി മഴയുണ്ടെന്നാണ് പറയുന്നത്. നല്ല നല്ല ഓവർകാസ്റ്റാണ്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇത്രയും മോശമല്ലെന്ന് കരുതിയാം. ഇന്നലത്തെ അത്രയും മഴ പറയുന്നില്ല അത്. പക്ഷേ ഇന്നലെ പ്രഡിക്ഷൻ അത്ര നന്നായിരുന്നില്ല. പ്രഡിക്ഷനിൽ അത്ര ക്ലിയറായിട്ട് പറഞ്ഞില്ല എന്തോ ഒരു മഴ ഉണ്ടാവുന്നു. ഇവിടത്തേക്ക് കംപ്ലീറ്റ്ലി വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞു കേട്ടോ. നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരുന്നു. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു പുല്ലൊരു ഇതുണ്ട് കേട്ടോ. പുല്ലിൻ്റെ ആ ഒരു ലൈൻ നോക്കി ഞാൻ അവിടെ മഡ് വന്ന് അത്രയും വെള്ളം മുങ്ങിയതാണ്. ലെസ് ദാൻ 12 hours ഫുൾ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞു. എല്ലാം ബാക്ക് ടു നോർമൽ. ഇവിടെയൊക്കെ ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. രാവിലെ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിരുന്നുണ്ട്. പിന്നിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയുണ്ടെന്നുള്ളത്. ആ പോസ്റ്റൊക്കെ ഇപ്പോൾ ഫുൾ കാണാം. അതിനപ്പുറത്തുള്ള ബിൽഡിംഗ് എല്ലാം ഫുൾ കാണാം. ശരിക്കുള്ള തിരിച്ചിറങ്ങിപ്പോയി കണ്ടോ. നമ്മളിപ്പോൾ രാവിലെ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ ആ പോസ്റ്റിൻ്റെ മുകളിൽ വരെ വെള്ളം കയറിയതാണ്. ആ പോസ്റ്റിനും ഏകദേശം മുകളിൽ വരെ വെള്ളം കയറി പോയി തുടങ്ങി. റോഡ് ഓപ്പൺ ആയതോടുകൂടി ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇപ്പം ഞങ്ങൾ ഫുൾ ഇരുട്ടത്തിരിക്കുകയാണ്. കാരണം അപ്പുറത്തെ അറബിക്കാരൻ പറഞ്ഞു ടൊർണാഡോ വാർണിംഗ് ഉണ്ടെന്ന്. നിക്കിയുണ്ട്, കാളിയുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഗ്ലാസിൻ്റെ അടുത്ത് ഇരിക്കരുത്, ബാത്റൂമിൽ പോകാനാണ്. പക്ഷെ ബാത്റൂമിൽ നമുക്കെല്ലാവർക്കും കൂടെ സ്ഥലം തികയത്തില്ല. അപ്പം ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ ഡെസിഗ്നേറ്റഡ് ടൊർണാഡോ ഷെൽട്ടർ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റി പ്രിസർവ് ചെയ്യാനാണ്, ജനറേറ്റർ റൺ ചെയ്യാണ്ട്. പക്ഷേ എന്നിട്ട് ഓണിങ്സ് ഒക്കെ അകത്തോട്ടാക്കിയിട്ട് ഞങ്ങളിരിക്കുക. സ്ലൈഡ് ഔട്ട്സ് പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ അറബിക്കാരൻ പറഞ്ഞ് സ്ലൈഡ് ഔട്ട്സ് കുഴപ്പമില്ല, പിന്നെ മിക്കവാറും ടൊർണാഡോ വരത്തില്ല. കാരണം ഞങ്ങൾ ആ ഏരിയൻ്റെ സ്ലൈറ്റ്ലി അപ്പുറത്തായിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടെ ഹഡിൽ ചെയ്ത് ഇരിപ്പുണ്ട്. ഒരു അഡ്വഞ്ചർ കഴിഞ്ഞാൽ അടുത്ത അഡ്വഞ്ചറാണ്. ഓണം ഫുൾ അഡ്വഞ്ചറാണ്. നമ്മളിവിടെ ഈ കാണുന്നിടത്തു നിന്നാണ് ക്യാമ്പസ് ഒലിച്ചു പോയത്. അപ്പോൾ ഇപ്പം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാം കണ്ടോ. അവിടെയായിട്ടൊരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. അതുപോലെ അവിടെ വരണം, അവിടെ വരണം. അങ്ങനെ ഒരു 12 സൈറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ 12 സൈറ്റിൽ നിന്നുള്ള വണ്ടികളാണ് രാത്രി ഒലിച്ചു പോയത്. ഇവരായിരുന്നു ലോവസ്റ്റ് പോയിന്റിലുള്ളത്. ഇപ്പോൾ ഒരു ഹൈഡ് കിട്ടാനായിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നത് അങ്ങ് മുകളിലാണ്, ഏറ്റവും മുകളിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അത്രയും ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത്. ഇവിടെ ഫുൾ ആണ്. ഇന്ന് ഉച്ചയ്ക്കെല്ലാം ഫുൾ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞു ഏകദേശം. കണ്ടോ ആ വണ്ടി പോയില്ല ഭാഗ്യത്തിന്. അതിൻ്റെ അകത്തൊക്കെ കിടക്കുന്നുണ്ടോ. അതിനാണ്. പക്ഷേ വണ്ടി പോയില്ലെങ്കിലും പോയതിന് പോലെ ആയിരിക്കുന്നതാണ് തോന്നുന്നത്. നല്ല തെളി വെള്ളമായി മാറി. വിചാരിച്ച് ഈ വെള്ളമൊക്കെ കലങ്ങി തന്നെ ഇരിക്കുന്നു. തെളി വെള്ളമായി മാറി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ തെളി വെള്ളമായിരുന്നു. നമ്മൾ ആ വെള്ളം പോകുന്നവരുടെ അവിടെയാണ് ഞാൻ നിക്കിയും കാളിയൊക്കെ കൂടെ ഇന്നലെ ഇറങ്ങി വൈകുന്നേരം. അവിടെ ഇപ്പോഴും ഇറങ്ങാൻ പറ്റില്ല, ബിക്കോസ് നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. പക്ഷെ ആഴം കംപ്ലീറ്റ്ലി മാറി, ഒട്ടും ആഴമില്ലാതായി. റിയൽ ബാഡ് ഡിവാസ്റ്റേഷൻ. ഇവിടുത്തെ ഒരു സാഹസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടം വിട്ട് പോവുകയാണ്. നേരത്തെ ഇറങ്ങി പുതിയൊരു റിസോർട്ടിൽ പോവുക. കാരണം ഇവിടെ വെള്ളമൊന്നും എത്തിയിട്ടില്ല. തിരിച്ച് പവർ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഓണം സാഹസം കഴിഞ്ഞു, അടുത്തതിലേക്ക് പോവാം. ബൈ. ഞങ്ങൾ അങ്ങനെ ഒരു അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അടുത്ത ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ദമ്മു, എങ്ങനെ ഉണ്ടായിരുന്നു അഡ്വഞ്ചർ? ഓണം അഡ്വഞ്ചർ. ഓണം അഡ്വഞ്ചർ എന്തായാലും വേറെ പരിക്കൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ടു. അതെ, അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് വന്ന വഴി തന്നെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ
റോഡിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത് അവര് എനിക്കൊരു മരമൊക്കെ വീണതൊക്കെ ഇവര് ക്ലിയർ ചെയ്തു തോന്നുന്നു. കാരണം ഞങ്ങളുടെ സൈഡിലും ഞങ്ങൾ താമസിച്ചിരുന്നിടത്തും കുറച്ച് മരമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റോഡിലുള്ള എല്ലാവരും ഇന്നലെ വന്ന് ക്ലിയർ ചെയ്തു. ഈ റോഡ് ഇപ്പൊ നല്ല മിടുക്കനായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോയി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ചുകൂടെ സമയം നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ വെള്ളവും ഇന്റർനെറ്റും ഇല്ലാത്തത് കാരണം ഞങ്ങൾ അടുത്ത ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം അല്ലേ? ശരി, അടുത്ത ബൈ.